ഹായ് ഓൾ, ദിസ് ഇസ് വെനസ്ഡേ മോർണിംഗ്. ഇന്ന് അവധിയാണ് ഗാന്ധി ജയന്തിയുടെ. ഇന്നല്ല, വെനസ്ഡേ അവധിയായിരുന്നു ഗാന്ധി ജയന്തിയുടെ. വെനസ്ഡേ മമ്മിയുടെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു, മദർ ഇൻ ലോയുടെ ബർത്ത്ഡേ. എൻ്റെത് August 15 ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിൽ മമ്മിയുടേത് October 2 ഗാന്ധി ജയന്തിക്കാണ്. ഇന്നത്തെ ലഞ്ചൊക്കെ അപ്പോൾ പുലിച്ചറയിലാണ്. രാവിലെ അങ്ങോട്ട് പോയേന്, പക്ഷേ ഇന്നലെ രാത്രി ഫുള്ള് നിലുവിന് മൂക്കടപ്പും ചുമയെന്ന് വെച്ചാൽ നിർത്താതുള്ള ചുമയും അസ്വസ്ഥതയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ മെഡിസിറ്റിയിലേക്ക് പോകാനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്. സത്യത്തിൽ ട്യൂസ്ഡേ തന്നെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ പിന്നെ വിചാരിച്ചു ബുധനാഴ്ച അവധിയല്ലേ, ഇന്ന് കൊണ്ടുപോകാമെന്ന്. പക്ഷേ ഇന്നലെ രാത്രി കണ്ടീഷൻ കുറച്ചുകൂടെ, ചുമ കാരണം അവന് വർത്തമാനം പറയാൻ പോലും പറ്റുന്നില്ല. അവനാണെങ്കിൽ ഈ വർത്തമാനം നിർത്തത്തുമില്ല, എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കണം, ഒരുപാട് സ്ട്രെയിൻ എടുത്ത് സംസാരിക്കുന്നത് പോലെ. അങ്ങനെ രാത്രി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. ഡോക്ടർ സുനിൽ എബ്രഹാമിനെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ സാർ അവിടെ ഇല്ല. അപ്പോൾ ഡോക്ടർ ജുമാലി മാഡത്തെയാണ് കാണിക്കുന്നത്. ടോക്കൺ കിട്ടിയത് നമ്പർ 17 ആണ്. ഇന്ന് 3 o'clock വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങി. ഒരു 3 മണിക്ക് ശേഷമാണ് നിലുവും നല്ലപോലെ ഉറങ്ങിയത്. അപ്പോൾ പിന്നെ ഞാനും കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് വന്നപ്പോഴേക്ക് അമ്മ ദോശമാവ് ബാക്കി ഇരുന്നത് കൊണ്ട് ഇഡ്ഡലിയും പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാണ്. ഞാനും അലനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മെഡിസിറ്റിയിലേക്ക് പോകും. ലഞ്ചൊന്നും ഇന്ന് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞങ്ങൾ ലഞ്ച് എന്തായാലും അവിടെ നിന്നായിരിക്കും കഴിക്കുന്നത്. പിന്നെ അമ്മയുടെ ഒരു റിലേറ്റീവ് മരിച്ചിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ കാനഡയിൽ നിന്നോ മറ്റോ ബോഡി വരണം. അപ്പോൾ ഇന്ന് അമ്മയ്ക്ക് ആ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അവധിയുള്ള ദിവസമല്ലേ, അപ്പോൾ അമ്മയ്ക്ക് നിലുവിനെ നോക്കണ്ടല്ലോ. ഞാൻ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളിൽ അമ്മ നിലുവിൻ്റെ കൂടെ വേണമല്ലോ. അപ്പോൾ ഇന്ന് അമ്മ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അമ്മയ്ക്കും വീട്ടിൽ ലഞ്ച് ചെയ്യണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുക്കറിൽ ചോറൊന്നും ഇടുന്നില്ല. പിള്ളേരും ആലനും ഒക്കെ എണീറ്റ് നേരത്തെ താഴത്തോട്ട് വന്നിരുന്നു, പക്ഷേ ഞാൻ പിന്നെയും കുറച്ച് നേരം കിടന്നു. പിന്നെ താഴേന്ന് മേലത്തെ റൂമിലുള്ള ആളെ വിളിക്കാനായിട്ടൊരു ബെല്ലുണ്ട്. ആ ബെല്ലിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ കുക്ക് പറയാ 2 ആൻറ്റിമാർ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ വന്നത് നികിതയാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് തുടങ്ങിയ പുള്ളിക്കാരത്തിയാണ്. ഫ്രണ്ടിൻ്റെ വീട് മയനാടോ മറ്റോ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് എബ്രോഡ് പോകുന്നതിന് മുമ്പായിട്ട് അവർ ഒരുമിച്ച് കൂടാൻ വന്നതാണ്. ഫ്രണ്ടിനോടൊരു ചേച്ചിയുടെ വീട്ടിൽ പോകണം, എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോകണമെന്ന് മാത്രം പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ വന്ന് ഫ്രണ്ട് എന്നെ കണ്ടപ്പോഴാണ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് റീൽസൊക്കെ തപ്പി എടുത്തിട്ട് ഞാനിത് ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവൾ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഫിഷ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പരവൂരിൽ നിന്നൊക്കെ സിസിജിയൊക്കെ കണ്ടെന്ന് പറഞ്ഞു, അതിലെയാണ് വന്നത്. പക്ഷേ ഉദ്ദേശിച്ച മീനൊന്നും കിട്ടാത്തത് കൊണ്ട് ആൾക്കാർ ഇനി മാർക്കറ്റിലോട്ടോ മറ്റോ പോവുകയാണ്. പിന്നെ അധികം നേരം നിന്നില്ല കേട്ടോ. പിന്നെ ഞാനും ഈ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് അവരെ കണ്ടതുകൊണ്ട് എൻ്റെ ഫോൺ എവിടെയാണ്, എൻ്റെ സ്റ്റാൻഡ് എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും എനിക്കൊരു ധാരണയില്ലായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് അവരും പറഞ്ഞു, ഇല്ല ഞങ്ങളും ഈ ഉറങ്ങി എണീറ്റ കോലത്തിൽ തന്നെയാണ് നിൽക്കുന്നത്, കുഴപ്പമില്ല എന്നൊക്കെ. എന്നാലും ഞാൻ പറയണമല്ലോ, വീട് വരെ വന്നതല്ലേ. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ടൊട്ടോമണ്ടിയിൽ പോകണം എന്നുള്ള വാശിയൊക്കെ കഴിഞ്ഞ് കരച്ചിലും നിലവിളിയൊക്കെ കഴിഞ്ഞിട്ട് കുക്കുവിനെയും നിലുവിനെയും എൻ്റെ സ്റ്റാൻഡും മാറാനുള്ള ഡ്രസ്സും ബാഗും എല്ലാം കൂടെ എടുത്തിട്ട്, പിള്ളേർക്ക് മാറാനുള്ള ഡ്രസ്സും ബാഗും എല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങളതേ പുലിച്ചിറയെത്തി. കുക്കുവിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ മെഡിസിറ്റിയിലേക്ക് പോകുന്നത്. അവിടെ വരണം എന്നും പറഞ്ഞ് നിന്നവനാണ്. പിന്നെ ഡൽഹി എടുത്ത് ഇറക്കാം, പുലിച്ചിറയിൽ ഇറക്കാൻ ഞാനെ വീട്ടിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഓപ്ഷൻ B ചൂസ് ചെയ്യത്തുള്ളൂ. കുക്കുച്ചേട്ട അവിടെ ഇറങ്ങാൻ പറ്റാറുന്നതിൻ്റെ സങ്കടമായിരുന്നു പിന്നെ നിലുവിൻ്റെ മുഖത്ത്. പിന്നെ ഇവിടെ വന്ന് ടോക്കണൊക്കെ എടുത്ത്, ടോക്കൺ നമ്പർ 16 ആയിരുന്നു ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക്. പക്ഷേ ഡോക്ടർ ക്യാബിനിലില്ലായിരുന്നു. പിന്നെ ഞങ്ങളെ തന്നെ വിളിച്ചു, ഞങ്ങൾ കയറി കണ്ടു. അപ്പോൾ അവൻ ബ്രത്ത് എടുക്കുമ്പോൾ ചെസ്റ്റിൽ ഒരു കുഴി പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ഇതുണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾക്ക് ചെറിയ ശ്വാസം മുട്ടലിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു 3 തവണ നെബുലൈസ് ചെയ്യണം വിത്ത് ഓക്സിജൻ ടാങ്കോടെ, അതിൽ O2 നെബുലൈസ് ചെയ്യണം. അപ്പോൾ 3 പ്രാവശ്യം മെഡിസിറ്റിയിലോട്ട് വരണ്ട, നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയാൽ മതിയെന്നും പറഞ്ഞിട്ട് എഴുതി തന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബർത്ത്ഡേ പ്രമാണിച്ച് പുലിച്ചെറിയിൽ തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ഇന്ന് ഹോളി ക്രോസിൽ പോകാമെന്ന് തീരുമാനിച്ചു. ഒരു തവണ നമ്മൾ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്, ഇനി 2 തവണ ചെയ്യണം. അപ്പോൾ നമുക്ക് പുലിച്ചെറിയിലെ വീട്ടിൽ നിന്ന് അടുത്ത് ഹോളി ക്രോസാണ്. പിന്നെ ഇനി 2 ദിവസം രാവിലെയും രാത്രിയും ഇതുപോലെ തന്നെ O2 നെബുലൈസ് ചെയ്യണം. അപ്പോൾ അതിന് ബെൻസിയറിൽ കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ സ്ലിപ്പ് കാണിച്ചാൽ മതി, പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽസിൽ ഫയലൊന്നും എടുക്കണ്ട, ഈ സ്ലിപ്പ് കാണിച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിതേ എത്തി. മമ്മിയും ഡാഡിയും ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട്, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, 2-3 ഇഡലിയൊക്കെ കഴിച്ചെങ്കിലും വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലെ കഥയൊക്കെ പറഞ്ഞ് മമ്മി കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങളിരുന്നു. പായസം മമ്മി കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത് തനിയെ കഴിക്കണമെന്നും പറഞ്ഞിട്ട്, പാലിൻ്റെയൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ ഈ നെബുലൈസ് ചെയ്തപ്പോഴും മൂക്കൊക്കെ ഇത്തിരി തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലേക്ക് ഈ മൂക്ക് ഇങ്ങനെ അടഞ്ഞിരിക്കുന്നതുകൊണ്ട് പാല് കുടിക്കാൻ നിലുവിന് ഭയങ്കര ബുദ്ധിമുട്ട്. നിപ്പിളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മൂക്കടഞ്ഞിരിക്കുകയല്ലേ.
അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞു. ചേച്ചിയും ചേട്ടനും ലഞ്ച് കഴിക്കാൻ വന്നു. അപ്പുറത്ത് ചേച്ചി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് കൊടുത്ത് അവനെയും കിടത്തി ഉറക്കി ഞങ്ങളും ഒന്ന് ഉറങ്ങി. എണീറ്റ് വന്നപ്പോഴേക്ക് ഡാഡ സ്പെഷ്യൽ ബീഫ് കറിയുടെ പ്രിപ്പറേഷൻസിലായിരുന്നു. ഇതിൻ്റെ റെസിപ്പി എനിക്കറിയത്തില്ല, അറിയാമായിരുന്നെങ്കിൽ ഞാൻ കാണിക്കാമായിരുന്നു. പിന്നെ ഓൾമോസ്റ്റ് തുടങ്ങിയും കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കൊണ്ടു ചെന്ന് പാൻ ചെയ്ത് വെച്ചിട്ട് സൂം ചെയ്ത് വെച്ചിട്ട് ഇത് കാണിക്കാമായിരുന്നു. പിന്നെ ഞാനും ചായ കുടിച്ചു. അലനുള്ള ചായയും കൊടുത്തു കഴിഞ്ഞ് രണ്ടുപേർക്കുള്ള പാലൊക്കെ എടുത്തപ്പോഴത്തേക്ക് പാലിത്തിരി ചൂടായിരുന്നു. പിന്നെ കുറച്ച് നേരം തണുക്കാനായിട്ട് അവിടെ തന്നെ ഒഴിച്ചു വെച്ചു. ഇനിയിപ്പോൾ ഹോളി ക്രോസിലേക്ക് പോകണം. 4 ആണ് ഡോക്ടർ പറഞ്ഞ സമയം. പക്ഷേ നിങ്ങൾ ക്ലോക്കിൽ നോക്കിയാൽ കാണാം 5 ആയി. ഉറങ്ങിപ്പോൾ ഇച്ചിരി അധികം നേരം കിടന്ന് ഉറങ്ങിപ്പോയി. അതെന്താണെന്നോ, ഇന്നലെ ഈ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് രാവിലെ കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിരുന്നു. എന്നാലും ഇവിടെ നല്ല മഴയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ ബിരിയാണിയൊക്കെ കഴിച്ച് ടമ്മി ഫുള്ളായി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സുഖത്തിൽ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി കുറച്ച് നേരം. പിന്നെ ഞാൻ എണീറ്റ് ഒന്ന് റെഡി ആവാനായിട്ട് നിലു ഇവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഞാനും ഒന്ന് മുഖമൊക്കെ കഴുകി. ഐബ്രോ പെൻസിൽ ഞാൻ കൊണ്ടുവന്നിരുന്നു. അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ കാണും കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മുഖം കഴുകി ആൾക്കാരുടെ മുമ്പിൽ ചെന്നാൽ വേറെ ആരോ ആയിപ്പോയി എന്ന് പറയും. പിന്നെ ഡെല്ലയുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ റെഡിയായി. ആൻഡ് എവറിത്തിങ് സ്മെൽസ് ലൈക്ക് ക്യാൻഡി. അതാണ് അവളുടെ പ്രത്യേകത. അവളുടെ പ്രോഡക്റ്റ്സ് എല്ലാം മിഠായിയുടെ മണവും ഫ്രാഗ്രൻസും ഒക്കെ ആയിരിക്കും. അങ്ങനെ കെട്ടിയൊരുങ്ങി ഇറങ്ങി കാർ ഇത്തിരി എടുത്തപ്പോഴേക്ക് നിലു ഛർദ്ദിച്ചു. ചുമച്ച് ഛർദ്ദിച്ചതാണ്. പിന്നെ ആ പാല് നിർത്താതെ വലിച്ച് കുടിക്കുമായിരുന്നു. പിന്നെ തിരിച്ച് വന്ന് കഴുകി, കാറിൻ്റെ മാറ്റൊക്കെ കഴുകി, അവനെ കഴുകി, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ച് ഹോളി ക്രോസിലേക്ക് പോയി. ഇവിടെ വന്ന് നമ്മൾ കാഷ്വാലിറ്റിയിൽ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് നേരെ കാഷ്വാലിറ്റിയിൽ കയറി വന്ന് മെഡിസിൻ നോക്കിയപ്പോൾ മെഡിസിൻ എടുക്കാൻ മറന്നുപോയി. മാസ്ക് ഒക്കെ എടുത്തു, മെഡിസിൻ എടുത്തില്ല. മെഡിസിൻ്റെ കിറ്റ് വീട്ടിലായിപ്പോയി. പിന്നെ ആ മെഡിസിൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അലൻ അവിടെ നിന്ന് പോയി എടുത്തിട്ട് വന്നു. കറക്റ്റായിട്ട് ഈ പിള്ളേർക്ക് വയ്യാതാകുമ്പോഴേ ഞാൻ ഒരുപാട് കാര്യങ്ങളിങ്ങനെ മറന്നുകൊണ്ടിരിക്കും. പേർപ്പസ്ഫുള്ളി അല്ല, മറന്ന് വിട്ടു പോകും എൻ്റെ കയ്യിൽ നിന്ന്. ഒരുപാട് കാര്യങ്ങളിങ്ങനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ചെയ്യാനായിട്ടും ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങളുണ്ടല്ലോ എനിക്ക്, എല്ലാം കൂടെ ആയിട്ട്. അങ്ങനെ ഞങ്ങളിത് നെബുലൈസേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഒരു ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇഞ്ചി ചായ ഇടുവാണ്. ഇനി കേക്ക് കട്ടിങ്. ഡെല്ലയുടെ അതേ മ്യൂസിക് തന്നെയാണ്. ഇതാകുമ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂവിൻ്റെ യാതൊരു പേടിയും വേണ്ടല്ലോ. ഇതിങ്ങനെ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബർത്ത്ഡേ മ്യൂസിക് എന്നും പറഞ്ഞ് എല്ലാ കേക്ക് കട്ടിങ്ങിൻ്റെ എടുത്തിടാനായിട്ട്. ഇതിനി അവളെ കൊണ്ട് കുറച്ചുകൂടെ സ്പീഡിലൊന്ന് ചെയ്യിക്കണം അല്ലേ. ഇപ്പം ഇത്തിരി സ്ലോ ആയ പോലെ ഇല്ലേ, പക്ഷെ സംഭവം പെർഫെക്റ്റ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് കേക്ക് വാരി തിന്നലൊക്കെ കഴിഞ്ഞ് സിമ്പിളും ആൻറ്റിയും വന്നിട്ടുണ്ടായിരുന്നു. മമ്മിയുടെ അനിയത്തിയാണ് ഷെർലാൻറ്റി. ആൻറ്റിയുടെ മോളാണ് സിമ്പിൾ. എൻ്റെ ഒരു നാത്തൂനായിട്ട് വരും. ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ ജെൻ ചേച്ചിയുടെ പാൻസാണ് കേട്ടോ. എൻ്റെ അതേ കളറിൽ അല്ല, എനിക്കിത്തിരി ബ്ലാക്കും ചേച്ചിക്ക് ഒരു ആഷ് കളറുമായിരുന്നു. അപ്പോൾ അവൻ ഛർദ്ദിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാൻസ് മാത്രം അങ്ങ് മാറ്റിയതേ ഉള്ളൂ, കാലിൽ മാത്രമേ ആയിട്ടുള്ളൂ. അവർ വന്നപ്പോൾ ഷെർലാൻഡി സിമ്പിളും വന്നപ്പോൾ കേക്കും എഗ് പഫ്സും ഒക്കെ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. പഫ്സ് കഴിച്ചു, കേക്ക് കഴിച്ചു, കട്ടൻ ചായ കുടിച്ചു. ഇനി ഇത് കഴിഞ്ഞിട്ട് അവർ കിഴിപ്പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ബിരിയാണിയുടെ ബാക്കിയുണ്ട്. പിന്നെ മമ്മി ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡാഡയുടെ സ്പെഷ്യൽ ബീഫ് കറിയുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം പഴയ ബർത്ത്ഡേ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ പുട്ടപ്പ വിളിച്ചു കേട്ടോ. എൻ്റെ പപ്പ വിളിച്ചു നിലുവിനെ കാണാനിട്ട്. വൈകുന്നേരം ഈ സമയത്ത് എല്ലാവരും കൂടെ വെളിയിലിരിക്കുമ്പോഴത്തേക്ക് അവനെ അവിടെ ഇരുത്തുന്നതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കിഴിപ്പൊറോട്ട ചൂടാക്കി ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൂടെ വാരി കൊടുക്കുകയാണ്. സിമ്പിളിൻ്റെ മോളാണ് ജിയ കേട്ടോ. ഡെല്ലയ്ക്ക് മാത്സ് എക്സാമാണ്. ഇവർക്ക് സെം എക്സാം നടക്കുമല്ലേ, അപ്പം മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മ്ലാനതയാണ് ഡെല്ലയുടെ മുഖത്ത്. ഞാനിങ്ങനെ ഇവർക്കൊക്കെ കിഴിപ്പൊറോട്ട കൊടുത്തുകൊണ്ടിരുന്നു. സിമ്പിൾ അപ്പോഴത്തേക്ക് പോയി ഡാഡ ഉണ്ടാക്കിയ കപ്പയും ബീഫ് കറിയും ചേച്ചിക്കും സിമ്പിളിനും എനിക്കുമൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാരിക്കൊടുത്ത് കോരിക്കൊടുത്ത് ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ കാണണം എന്നും പറഞ്ഞ് നിലു ബഹളം വയ്ക്കുന്നതുകൊണ്ടാണ് ടി വിയിൽ ആനിമൽ പ്ലാനറ്റ് ഇട്ട് ആനയെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ബ്ലറാക്കിയെന്നും പറഞ്ഞ് കോപ്പിറൈറ്റ് വരുമോ എന്തോ അറിയാം. പക്ഷേ ഈ ആന ആരുടെ ആനയാണെന്ന് കണ്ടുപിടിക്കുക ഇത്തിരി പാടായതുകൊണ്ട് പിന്നെ ഞാൻ അതിനിപ്പോൾ മെനക്കിടുന്നില്ല. പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആൻറ്റി സിമ്പിളും ഒക്കെ പോയി. അവരാദ്യം ഇറങ്ങി. ഞങ്ങൾക്കിനി തിരിച്ച് വീണ്ടും ഹോളി ക്രോസിൽ പോകണമല്ലോ. 3ാമത്തെ നെബുലൈസേഷൻ രാത്രി ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ 4ഉം 9ഉം ആയിരുന്നു ഡോക്ടർ പറഞ്ഞ സമയം. മറ്റേത് 5 ആയതുകൊണ്ട് ഇത് 10 ആയാലും കുഴപ്പമില്ലല്ലോ. ഷെർലാൻഡി കിങ്സ് സ്കൂളിലെ KG സെക്ഷൻ്റെ ഹെഡാണ്. സിമ്പിൾ അവിടെ അഡ്മിൻ ആയിട്ട് നിൽക്കുന്നു. ആ കിങ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ തന്നെയാണ് കേട്ടോ അവരുടെ വീട്. ഇപ്പോൾ മനസ്സിലായില്ലേ, ഞാൻ 5 വർഷം കിങ്സ് സ്കൂളിൽ വർക്ക് ചെയ്തതിൻ്റെ ലിങ്ക് ഓഫ് ദ ലിങ്ക് ഇതായിരുന്നു.
അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഞാൻ കറക്റ്റായിട്ട് വീണ്ടും എൻ്റെ മാസ്കും ബാഗും മറന്നു. അത് പിന്നെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ടെമ്മിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. ചേട്ടൻ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് അതിങ്ങോട്ടേക്ക് കൊണ്ടു തന്നു. ഈ മാസ്കിന് മാത്രം എന്തോ 600 സംതിങ് റേറ്റ് നമ്മൾ കൊടുക്കണം. മാസ്ക് കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കണ്ടല്ലോ. അങ്ങനെ അതും പിന്നെ ആൻറ്റിബയോട്ടിക് ഫ്രിഡ്ജിൽ വെച്ചതും മറന്നുപോയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി പള്ളിമുക്ക് എത്തിയപ്പോഴത്തേക്ക് കുക്കു സാറിന് വിശക്കുന്നു. പിന്നെ കരിക്കും ഷേക്കും തണുപ്പില്ലാത്ത ജ്യൂസും നിലൂനും ഒക്കെ വാങ്ങി കൊടുത്തിട്ട് വീട്ടിലോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം.